ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ആയുഷിന്റെയും ദേവനന്ദന്റെയും മൃതദേഹം സംസ്കരിച്ചു. ആലപ്പുഴ കാവാലത്തെ കുടുംബ വീട്ടിലായിരുന്നു ആയുഷിന്റെ സംസ്കാരം. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ഏറ്റവും അടിയിൽ കിടക്കുന്ന ഇല കൂട്ട് നേരെ ഒന്ന് പിടിക്കുമ്പോൾ അന്ത്യചുംബനം നൽകി ജീവന് തുല്യം സ്നേഹിച്ച മക്കളെ യാത്രയാക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ നെഞ്ചു പിടയുന്നത് കണ്ടു നിന്നവരുടെയും കണ്ണുകൾ നിറച്ചു. സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി കൂട്ടുകാർക്കൊപ്പം ദേവനന്ദനും ആയുഷും യാത്രയായി. കാവാലത്തെ കുടുംബ വീട്ടിൽ 10:30 ആയുഷിന്റെ സംസ്കാരം നടന്നത്. പിതൃസഹോദരന്റെ മകനായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത്. സുഹൃത്തുക്കളും സഹപാഠികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തി. ഇൻഡോറിലായിരുന്ന മാതാപിതാക്കളും സഹോദരിയും വിവരമറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന മറ്റക്കരയിലെ തറവാട് വീടിന്റെ വളപ്പിലായിരുന്നു ദേവനന്ദിന് ചിതയൊരുക്കിയത്. പിതൃസഹോദരന്റെ മക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലപ്പുറത്തായിരുന്ന മാതാപിതാക്കൾ അപകട വാർത്ത അറിഞ്ഞ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ദേവനന്ദിനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. അപകടത്തിൽ മരിച്ച മറ്റു 3 വിദ്യാർത്ഥികളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നിരുന്നു. 24 കോട്ടയം.